Okay, good morning. So we will be starting the next half of the module. Okay, so in this topic, actually, we are yet to finish the break-even point. We will come to it later in the offline classes. Revenue conceptil വരുന്നതായിരുന്നു break-even point and its associated problems കൂടി വരുന്നുണ്ട്. That we will cover in our class, regular class. Okay, so അതിൻ്റെ സ്ലൈഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളത് നോക്കണ്ട, because it is a concept which is coming in line with shutdown point. ഷട്ട് ഡൗൺ പോയിന്റ് എന്താ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു. എങ്ങനെയാണ് ഷട്ട് ഡൗൺ പോയിന്റിൽ എത്തിയത്? നമ്മുടെ സിലബസിൽ റവന്യൂ അല്ലെ, വെൻ യു സീ ദി സിലബസ്, ഓക്കെ, വെൻ യു സീ ദ സിലബസ് യു ക്യാൻ സീ വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് മൊഡ്യൂൾ. കോസ്റ്റിനെ പറ്റി പഠിക്കണം, ടൈപ്സ് ഓഫ് കോസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡെസിഗ്നേഷൻ ഓഫ് കോസ്റ്റുകൾ അല്ലെ, കുറേ കാര്യങ്ങൾ അതിൽ ബൈഹാർട്ട് പഠിക്കാറുണ്ട്. അതൊക്കെ അതുപോലെ പഠിക്കുക. ബൈഹാർട്ട് ഇൻ ദ സെൻസ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതിൽ നമുക്ക് എക്കണോമിസ്റ്റുകൾ മനസ്സിലാക്കണ പോലെ ഒന്നും മനസ്സിലാക്കണ്ട, നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിക്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ മനസ്സിലാക്കുക എന്ന് മാത്രം അല്ലേ. അങ്ങനെ മനസ്സിലാക്കണു. ദെൻ വാട്ട് ഈസ് included in our syllabus, in that right sense you are understanding it, and some cost what is the relevance of those cost, how that cost will come in economics, of short run cost, അങ്ങനെ കുറേ കോസ്റ്റ് കർവുകൾ, ലോങ് റൺ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ്, അതൊക്കെ അതുപോലെ പഠിക്കുക. അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ദെൻ അതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ പഠിക്കുന്നു നമ്മൾ അല്ലെ, അങ്ങനെയൊക്കെ ചെയ്തു. ദെൻ അതിൽ പിന്നെ വന്നൊരു സംഭവമാണ് റവന്യൂ. കോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ച ടേമാണ് റവന്യൂ. അപ്പൊ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? റവന്യൂ നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വാട്ട്സ് റവന്യൂ അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞ ടോപ്പിക്കാണ് കേട്ടോ, ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കാണ്. ശരണ്യ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നതൊക്കെ? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയോ. Okay, so revenue concept we have seen. What is revenue with respect to a firm? What is revenue അല്ലെ? ഒരു ഫേം എന്ന് പറയുമ്പോൾ എന്താണ് ഫേമും ഇൻഡസ്ട്രിയും തമ്മിൽ എന്താ വ്യത്യാസം അല്ലെ? ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഫേം എന്ന് പറയുക. എല്ലാം കൂടി ചേർക്കുമ്പോഴാണ് അതിനെ ആ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഒരു ഫേമാണ്. ഒരു സിനിമയുടെ എന്താ പറയാ, ഇപ്പൊ എന്താ പറയാ, പൃഥ്വിരാജിന്റെ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിന്റെ കമ്പനി, അത് ആശീർവാദ് സിനിമാസ്, ഇതൊക്കെ അവരുടെ ഫേമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്താ പറയാ, സിനിമാ വ്യവസായം എന്ന് പറയുന്നത്. സോ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മാർക്കറ്റ് ഇൻഡസ്ട്രി whereas each producer will be having their own companies, those are their firms. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താന്ന് കണ്ടു. റവന്യൂവിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ആവറേജ് റവന്യൂ ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുക. ഇതുപോലെ ഇക്വേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കുക. പിന്നെ അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് വരുന്ന ടേം ആയിരുന്നു ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെ. എപ്പോഴാണ് ഒരു കമ്പനി നിർത്തും എന്നുള്ളൊരു, കമ്പനി അടച്ചുപൂട്ടാറായി എന്ന് നമ്മൾ എക്കണോമിക്സിൽ എങ്ങനെ, ഹൗ കുഡ് യു explicit in economics how that your company has no returns, company is in a stage it is having no profit but it is always in loss. അപ്പോൾ ആ രീതിയിൽ എത്തുമ്പോൾ നമ്മൾ കമ്പനിയെ അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും. ആ ഒരു പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കാര്യങ്ങൾ ഇനിയും കുറച്ച് പറയാനുണ്ട്, അത് ഞാനിപ്പോൾ പറയില്ല. അതിൽ വരുന്നതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ദാറ്റ് കൺസെപ്റ്റ് വിൽ ബി റിവൈസിങ് ഇൻ അവർ ക്ലാസ്. അപ്പൊ അത് ക്ലാസ്സിലെത്തിയിട്ട് പറയാം. അപ്പൊ അതിലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി വരുന്നുണ്ട്. ഇറ്റ്സ് അസോസിയേറ്റഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പൊ ഇതൊന്നുമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ടോട്ടൽ സെയിൽ എന്ന് പറയുമ്പോൾ എന്താ, കച്ചവടത്തിന്റെ കർവ് ഇതാണ് അല്ല, മീൻസ് അതിന്റെ റവന്യൂന്റെ ടോട്ടൽ സെയിലാണ് നമുക്ക് അതിന്റെ റവന്യൂ കിട്ടുക അല്ലെ. ആക്ച്വലി ദിസ് ഇസ് എ റവന്യൂ കർവ്. ടോട്ടൽ സെയിൽസ് മീൻസ് ഇസ് എ റവന്യൂ കർവ്. ടോട്ടൽ കോസ്റ്റിന്റെ കർവ് കണ്ടോ, ഇങ്ങനെ നമ്മളെപ്പോഴും പറഞ്ഞിട്ടില്ല, ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ വന്നത്. ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ നിന്നാണത്, അതിന്റെ ഒരു ഇന്റർസെപ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ കണ്ടോ, ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ റവന്യൂ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ആവുന്ന ഈ ഭാഗത്തല്ലേ, അപ്പൊ അവിടെ പ്രോഫിറ്റ് വരും. ഇവിടെ എന്താ പറയുക, റവന്യൂ എന്ന് പറയുന്നത് ഇതിനേക്കാളും ചോടയായതുകൊണ്ട് കണ്ട ഈ സെയിൽസിന്റെ ലൈൻ താഴെ പോയില്ലേ. എഡിറ്റ് മനസ്സിലായില്ലേ? എഡിറ്റ് ഒന്ന് ജസ്റ്റ് മൈക്കോൺ ഇതേ ഇത് കണ്ട, ഈ ഒരു ഭാഗത്ത് എന്താ സംഭവിച്ചത്? എഡിറ്റ് കയറിയുണ്ടല്ലോ. ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് സെയിലിന്റെ കർവ് താഴെ പോയി കണ്ട. അപ്പൊ ഇവിടെ എന്താ, നഷ്ടമാണ്, ഇവിടെ ലോസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിൽ, ഇനി സത്യം പറഞ്ഞാൽ ഇത് പറയേണ്ട ആവശ്യമില്ല, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് ആ ഒരു പോയിന്റിനെയാണ്, ക്രൂഷ്യൽ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
With respect to that point, left portion is exemplifying the lowest part, whereas its right portion അല്ലെ പ്രോഫിറ്റ്. അപ്പൊ അതാണ് അത് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് പറയാൻ ഈ ഒരു കർവും കൂടി വേണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടേം പഠിക്കാണ്ട് അപ്പൊ അതോടെ അത് തീരും. ഓക്കെ അല്ലേ? Now we are moving to, so that's about the first half കഴിഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതവിടെ നിർത്തുന്നു, നമ്മൾ ക്ലാസ്സിൽ വന്ന് എടുക്കും. പിന്നെ വരുന്നത് സെക്കൻഡ് ഹാഫിൽ വരുന്ന മാർക്കറ്റ് ആണ്. സോ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഫുൾ ആയിട്ട് ഇപ്പോൾ കവർ ചെയ്യും. ഓക്കെ. AJ ജോൺ ഒന്ന് പറയൂ. ഇത് സ്ലൈഡ് കാണുന്നില്ലേ? ജസ്റ്റ് ക്ലാരിഫൈ മീ. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. ജോൺ കയറിയതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഹർഷ, ജോൺ, ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യൂ. Whether you could see the slide. Mic on ചെയ്ത് പറയണം. Or anybody, ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി. Okay. So ശരി, താങ്ക് യു. അപ്പൊ സോ സെക്കൻഡ് ഹാഫ് ഈസ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോണത്. സോ വാട്ട് ഈസ് മാർക്കറ്റ്? നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഭവമാണ് അല്ലെ. ഫേം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതല്ലേ ഇങ്ങനെ കുറെ നമുക്ക് പറയുന്ന എക്സാമ്പിൾ പറയാം. KTU എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കോളേജും ചേരുമ്പോൾ KTU ഇൻഡസ്ട്രി എന്ന് പറയുന്നതല്ല, പക്ഷെ എല്ലാം കൂടി വരുമ്പോൾ ഒരു KTU, അതിന്റെ താഴെ കുറെ കോളേജ്. അപ്പൊ ഈ കോളേജസിനൊക്കെ നമുക്ക് ഫേം ആയിട്ട് പറയാം. പക്ഷെ KTU എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടിയിട്ടുള്ള ഇതാണ്, അക്കാഡമിക്സിന്റെ മൊത്തത്തിലാണ്. അപ്പൊ അതേപോലെ അല്ലെങ്കിൽ ഇപ്പൊ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് തന്നെയാണ് എക്സാമ്പിൾ പറയാനായിട്ട് അല്ലേ. അപ്പൊ അത് എന്ന് പറയുന്നത് അങ്ങനെ. അപ്പൊ അതിനെയാണ് എല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയാം. അതിൽ വരുന്ന ഇൻഡിവിജ്വൽ പാർട്ടിനെയാണ് ഫേംസ് എന്ന് പറയാം. ഓക്കെ. സോ മാർക്കറ്റ് എന്താന്നുള്ളതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് വരുന്നുണ്ട്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്. With respect to economics, we will be telling there are different 4 types of market: perfect competition market, monopoly market, monopolistic competition market, and oligopoly market. So നമ്മൾക്ക് ഇവിടെ നമ്മുടെ എക്കണോമിക്സിൽ you have to understand like our market is divided into 4: a market of perfect competition, market of expressing monopoly, അല്ലെങ്കിൽ മാർക്കറ്റ് ഓഫ്, ഇങ്ങനെ 4 എണ്ണമാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വാട്ട് ഈസ് ദിസ്, ഇതിന്റെ ഓരോന്നിന്റെ ഡെഫിനേഷൻ പഠിക്കണം, അതിന്റെ ഓരോ മാർക്കറ്റിന്റെയും സവിശേഷതകൾ പഠിക്കണം, മീൻസ് സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കണം. പിന്നെ എന്താണ് അതിന്റെ ഡിമാൻഡ് കർവുകൾ എങ്ങനെയാണ് ഇത് ഓരോ മാർക്കറ്റിലും എന്നുള്ളത് പഠിക്കണം. പിന്നെ അതിന്റെ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്നുള്ള രീതിയിൽ അതിന്റെ ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ആ രീതിയിൽ ഈ 4 മാർക്കറ്റിനെയും നമുക്ക് ഓരോന്നായിട്ട് പഠിക്കണം. അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. സോ വാട്ട് ഈസ് മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സാധാരണ എന്താ ചന്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് കാലത്തൊക്കെ കൂടുതലും കന്നുകാലി ചന്തകൾ അല്ലെങ്കിൽ പച്ചക്കറി ചന്ത അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ അവിടെ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. Market is a term which is commonly used for a particular place or locality where goods are sold and bought. Goods are bought and sold അല്ലെ. ഗുഡ്സ് കൊണ്ടുവന്ന് അത് വിൽക്കപ്പെടുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഓൺലൈൻ മാർക്കറ്റ്സും ഉള്ളത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ മാർക്കറ്റ്സ് അവൈലബിൾ ആണ്. പണ്ട് ഇപ്പൊ അങ്ങനെയായിരുന്നു, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ അതൊന്നും പറയുന്നത് മാർക്കറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റ് അല്ലേ. ചന്തയിലൊക്കെ നമ്മൾ ഇങ്ങനെ വില പീശലും അങ്ങനെ കിട്ടാം. അപ്പൊ സോ ഇറ്റ്സ് ആക്ച്വലി കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റ്. അതിലാണ് നമ്മൾ ഫേംസ് ഓപ്പറേറ്റ് ചെയ്യുക. So according to Professor Samuelson, a great economist, market is a mechanism. അങ്ങനെ ഒരു definition, he coined a definition likewise. A market is a mechanism by which buyers and sellers interact to determine the price and quantity of goods or service. Okay, so ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. മാർക്കറ്റ് ഈസ് എ മെക്കാനിസം ബൈ വിച്ച് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇന്ററാക്ട് അല്ലെ. ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ഇത് വരുന്നുണ്ട്, ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്, ഒരു നെഗോസിയേഷൻ വരുന്നുണ്ട്, ഒരു റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അവർ ഇന്ററാക്ട് ചെയ്തിട്ട് ദേ ആർ ഡിറ്റർമിൻ ദ പ്രൈസ് ആസ് വെൽ ആസ് എ ക്വാണ്ടിറ്റി ഫോർ ദെയർ ഗുഡ്സ് ഓർ സർവീസ് വാട്ട് എവർ മേ ബി ദ കമ്മോഡിറ്റി ഓഫ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായത്തിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നൗ മാർക്കറ്റ് കാറ്റഗറൈസേഷൻ നമുക്ക് ഇനി പഠിക്കാനുള്ളത്. മാർക്കറ്റ് എന്താന്ന് കണ്ടു, മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ. ആഷ്ലിൻ, ഇത് ഏതൊക്കെയാണ് 2 എണ്ണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ആഷ്ലിൻ ഇല്ലേ? പറഞ്ഞോ. 2 ബോൾഡ് ചെയ്ത് വെച്ച് 2 ടേം എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി.
ബോൾഡ് അടിച്ചു വെച്ചത് എന്താ? പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവും ഇംപെർഫെക്റ്റ്ലി ഓക്കെ, കോമ്പറ്റീറ്റീവും. ഗുഡ്. അപ്പൊ ഇതില് മതി കേട്ടോ, താങ്ക് യു. അപ്പൊ ഇതിൽ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിനെ നമ്മൾ എങ്ങനെയാണ് ഇനി മാർക്കറ്റ് സ്ട്രക്ചർ, നമ്മൾ എന്താണ് മാർക്കറ്റ് ഓർ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് കണ്ടു കഴിഞ്ഞു, പ്രീവിയസ് സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു. നൗ ഹൗ ക്യാൻ യു കാറ്റഗറൈസ് ദി മാർക്കറ്റ് സ്ട്രക്ചർ? മാർക്കറ്റ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ മാർക്കറ്റിനെ എന്ന് നമ്മൾ പറയാത്ത കാരണം നമ്മൾ ഇക്കണോമിക്സിന്റെ രീതിയിലാണല്ലോ പറയുന്നത്. മാർക്കറ്റിനെ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ലേമാൻ രീതിയിലായി പോയി. അപ്പൊ എക്കണോമിസ്റ്റുകൾ പറയുമ്പോൾ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് ആണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിനെ എന്ന് പറയാം, സിംപ്ലി മാർക്കറ്റിനെ എന്ന് പറയാം. പക്ഷെ more technically or more precisely with respect to economics, you could say like market structure is divided into two broad categories. ഓക്കെ, അപ്പൊ അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും? ഏത് കോമോഡിറ്റി ആണ് വിൽക്കപ്പെടുന്നത്, എന്താണ് അവിടുത്തെ കോമ്പറ്റീഷൻ, എത്രമാത്രം ബയേഴ്സ് ഉണ്ട് അവിടെ, സെല്ലേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ യു കുഡ് കാറ്റഗറൈസ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രോഡ്ലി ഇൻ ടു ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊരു ലേബലിൽ വരുന്നതാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഒന്നുമില്ല. അപ്പൊ അവിടെ അതിൽ വരുന്നതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപോളി. നമ്മൾ സിലബസിൽ പറഞ്ഞ എന്താ, നമുക്ക് ഈ 4 പഠിക്കാണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. 4 മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണുള്ളത്: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപോളി. അപ്പൊ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് എന്നുള്ള ഒരു ടാബിലും മറ്റേത് വരുന്നത് ഈ ഒരു ടാബിലുമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി നമ്മൾ അങ്ങനെയൊന്നും പറയില്ല, ഇനി നമ്മൾ 4 അങ്ങോട്ട് തരം തിരിച്ചു പറയുന്നു എന്ന് മാത്രം. സോ അവർ ഫസ്റ്റ് തിങ് ഈസ് ദിസ് വൺ അല്ലെ. ഇതായിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുണ്ടാവുക. സോ വാട്ട് ഈസ് മെൻ ബൈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? Then what are the salient features of perfect competition? So you might be going through what are the examples of perfect competition. Adum alle അല്ലെങ്കിൽ you will be giving an example of a market exemplifying perfect competition, then its salient features, then its demand curve you have to express, then its equilibrium, price and quantity fixation കുറച്ച് ഗ്രാഫുകളൊക്കെ ഒന്ന് കാണാപ്പാടം പഠിക്കണം. അതൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രോബ്ലംസ് വരുന്നില്ല. ഇതിൽ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ പഠിക്കുക, അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. ഇതൊക്കെ ഇതേപോലെ എഴുതിയില്ലെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റില്ല കേട്ടോ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ്. അതേപോലെ തന്നെ ഓരോന്നിനെയും ഇതേപോലെ തന്നെ നമ്മൾ 4 പഠിക്കാൻ പോവാണ്. സോ അവർ ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ is defined as a market structure in which an individual firm producing homogeneous commodities cannot influence the prevailing market price of the products on its own. എന്താണ് ഇതേപോലെ പഠിക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഈസ് ഡിഫൈൻഡ് ആസ് ദി മാർക്കറ്റ് സ്ട്രക്ചർ in which an individual firm producing homogeneous commodities cannot influence the prevailing market price of the products of its own. ഇതിൽ പറയുന്നത് നമ്മൾ എല്ലാ ഒരേപോലത്തെ കോമഡിറ്റീസ് ആണ് നിങ്ങൾ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ പറയുന്ന ആ ഒരു വസ്തുവിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു വസ്തുവിന്റെ ഉൽപാദനവും അതിന്റെ ക്രയവിക്രയങ്ങളും പറയുന്ന ഒരു മാർക്കറ്റ് ആണല്ലോ, കമ്പോളമാണല്ലോ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനസ് ആയിരിക്കും. മനസ്സിലായോ? പക്ഷേ നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് നിങ്ങൾക്കായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളൊരു സാധനം ഉൽപ്പാദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വില നിശ്ചയിക്കാനും പറ്റില്ല. കാരണം നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ ഇത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിന്റെ എന്താണ്, നമുക്ക് അതിന്റെ വില നമ്മൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? പ്രൊഡ്യൂസർക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അത് ടോട്ടൽ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തിനെ ഇറക്കിയിട്ട് അവിടുത്തെ ഡിമാൻഡ് കർവും അവിടുത്തെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കിയിട്ട് അതിന്ന് ഫിക്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രൈസ് ആണ് എന്നുള്ളത് അവിടെ വരും. അത് നമ്മൾ അതിലേക്ക് വരും കേട്ടോ, നമുക്ക് അടുത്ത സ്ലൈഡിലാണ് നമ്മളത് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്, നിങ്ങളൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ പോലെ പലരും ഇത് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഉൽപ്പന്നം തന്നെ കുറെ പേര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇത്രയാണ്, 1 കിലോയ്ക്ക് ഇത്രയാ എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഇതിനെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു അല്ലെ. നിങ്ങൾ ഈ സാധനത്തിനെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു.
അപ്പൊ അവിടെ അത് മേടിക്കാനായിട്ട് കുറെ ആൾക്കാർ വരുന്നു, നിങ്ങളത് സപ്ലൈ ചെയ്യുന്നു. സോ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. അത് അവിടെ മീറ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡും സപ്ലൈയും മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ വരുന്നത്, ഡിമാൻഡും സപ്ലൈയും മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇക്വിലിബ്രിയം പ്രൈസ് അവിടെ നിർണ്ണയിക്കപ്പെടുമ്പോൾ അപ്പോൾ നമ്മൾ ആ ഫേം നമ്മളെ കൊണ്ടുപോയ ആള് മനസ്സിലാക്കുന്നു അതാണ് നിങ്ങളുടെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ? അതായത് നമ്മൾ എല്ലാവരും ഇപ്പം നിങ്ങളുടെ അടുത്ത അയൽക്കാരനും നിങ്ങളെ പോലത്തെ ഉൽപ്പന്നമാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളും അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഇത് വിൽക്കാൻ വേണ്ടി പോവാണ്. വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കറിയില്ല ഇതിന് എത്ര കിട്ടുമെന്നുള്ളത് അറിയില്ല. അത് നമ്മൾ കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് കൊടുത്ത് അവിടെയുള്ള എന്താ പറയാ വാങ്ങൽ വിൽപ്പന ആ പ്രോസസ്സിൽ ഡിമാൻഡ് സപ്ലൈ കർവ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിൽ അതിന്റെ ഇക്വിലിബ്രിയം പ്രൈസ് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദാറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ദി പ്രൈസ്. അതാണ് നിങ്ങളുടെ യൂണിറ്റിന് കിട്ടുന്ന പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാം. ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ വീറ്റ് റൈസ് ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. കാരണം ഇതിൽ കുറേ ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഫാർമേഴ്സ് ആണ് മെയിൻലി സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഹോമോജിനിയസ് അല്ലേ അരി എന്ന് പറയുന്ന അരി തന്നെ മീൻസ് നെല്ലിന്റെ പലതരം ഉണ്ടെങ്കിലും എല്ലാം കഴിക്കാനുള്ള ഒരേ ഇത് തന്നെയല്ലേ വരുന്നത്. അപ്പൊ അത് നമ്മള് ഈ അരി ആണെങ്കിലും വീറ്റ് ആണെങ്കിലും എല്ലാം ഒരേ ഇതാണ്, അതിൽ ബ്രാൻഡ് ഡിസ്റ്റിങ്ഷൻ ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അരി എല്ലാം അങ്ങനെ. പിന്നെ ഇപ്പോഴൊക്കെയാണ് ബ്രാൻഡുകളൊക്കെ പിന്നെയും വന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, ബ്രാൻഡിന്റെ ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വീറ്റ് ഓർ റൈസിനെ പറയാൻ പറ്റും കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, ഈ വീറ്റ് റൈസ് എന്ന് പറയുന്നത് ഈ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, ഒരു വിൽപ്പന സംഭവങ്ങൾ വരുന്നതാണ് ഇവിടെ. മനസ്സിലായി? ഈ ഒരു സെന്റൻസ് ഒക്കെ ഇതുപോലെ വരണം കേട്ടോ. ഓക്കെ, നൗ ഇതില് there is a perfect degree of competition and single price prevails. ഇനി ഇവിടെ ഇവര് തമ്മിലൊന്നും ഒരു റൈവൽറി ഉണ്ടാവില്ല. അതായത് ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാത്രമേ ഉണ്ടാവും, കോമ്പറ്റീഷനും ഇല്ല എല്ലാം അല്ലേ. ഇപ്പൊ ഫാർമേഴ്സ് തമ്മിലൊന്നും അങ്ങനെ കോമ്പറ്റീഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ? ഡെൽജോ ഒന്ന് മൈക്കോണേ ഇതേ ഡെൽജോനെ കണ്ടല്ലോ അവിടെ. ആഷിഖ് PS ഡെൽജോതിൽ ആരെങ്കിലും ഒന്ന് മൈക്കോൺ ചെയ്തേ. ഹലോ, ഇവിടെ ഇല്ലേ? എഡിറ്റ് ഒന്നും ഇല്ലേ? എഡിറ്റ് ബോയ്സ് ആരെങ്കിലും ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേ. നിധു ഉണ്ടോ അവിടെ? നിധു ഓക്കെ. ആ നിധുവിനെ അറിയോ? ഏതെങ്കിലും ഇങ്ങനെ മീൻസ് ആൾക്കാർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ മീൻസ് നമ്മുടെ നെല്ലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ തമ്മിൽ കോമ്പറ്റീഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ, കോമ്പറ്റീഷൻ ഇല്ലതായിട്ട് തോന്നാതിരിക്കാൻ കാരണം എന്താ? അതിന്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ വല്ലതും കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ മൊബൈൽ അങ്ങനത്തെ സാധനത്തിനൊക്കെ നമ്മൾ അല്ല ഏത് ഉൽപ്പന്നമാണെങ്കിലും പരസ്യങ്ങളൊക്കെ കാണാം. നമ്മൾ അരി അങ്ങനത്തെ സാധനങ്ങൾക്ക് പരസ്യങ്ങൾ ഒന്നും ഇല്ല, കാരണം അതൊക്കെ ബേസിക് നീഡുള്ള ഒരു സാധനമാണ്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള വാക്ക് വരാൻ കാരണം, ഓക്കെ നീതു മൈക്ക് ക്ലോസ് ചെയ്തോളൂ കേട്ടോ, താങ്ക് യു. അപ്പൊ ഇവിടെ വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ശത്രുതയൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് എല്ലാവർക്കും വേണ്ട ഉൽപ്പന്നമാണ്. അപ്പൊ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല, റൈവലറി ഒന്നുമില്ല എമംഗ് ദി ഇൻഡിവിജ്വൽ ഫേംസ് തമ്മിൽ. ഒരു അരിക്കച്ചവടക്കാരനും വേറെയും നെൽകൃഷിക്കാരനും തമ്മിൽ, മീൻസ് അരിക്കച്ചവടക്കാരനല്ല, നെല്ലിന്റെ കൃഷി ചെയ്യുന്ന ആള്, അങ്ങനെ വട്ടവർ. അപ്പൊ അവർ തമ്മിൽ ഒരു ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി അവിടെ ഒരു പെർഫെക്റ്റ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ആണുള്ളത്. അതായത് അവർക്ക് അവരുടെ കച്ചവടം നഷ്ടമാവരുത് എന്നുള്ള മാത്രം ഒരു ചിന്തയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? പിന്നെ അതിലൊക്കെ ഒരു സിംഗിൾ പ്രൈസിൽ അവര് പിന്നെ എല്ലാവരും ഒരു, അതായത് ഇപ്പൊ അവര് ഇപ്പൊ ഗോഡൌണിൽ ഇപ്പൊ അരി എത്തിക്കുമ്പോ ഈ പൈസയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇയാൾക്കും ഓക്കെയാണ് അയാൾക്കും ഓക്കെയാണ്, എല്ലാവർക്കും അത് ഓക്കെയാണ്. സിംഗിൾ പ്രൈസിൽ വേറെ അവർക്ക് മനസ്സിലായി മാർക്കറ്റിൽ ഇത്രയാണ് അവർക്ക് കിട്ടുന്ന പൈസ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൊരു നെഗോസിയേഷനോ അതിലൊരു ഇതോ ഒന്നും അവർ പറയില്ല, കാരണം അവർക്ക് അതൊരു ബൾക്കായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ സിംഗിൾ പ്രൈസിൽ അവർ സംതൃപ്തിയായിരിക്കും. പെർഫെക്റ്റ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ആണ് ഉണ്ടാവുക. ആബ്സെൻസ് ഓഫ് റൈവലറി ഉണ്ടായിരിക്കും, കോമ്പറ്റീഷൻ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്ര തന്നെ അതിൽ പറയാളൂ. ദിസ് ഇസ് ഓൾ അബൌട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ ഇവര് പ്രൈസ് മേക്കർ അല്ല, പ്രൈസ് ടേക്കർ ആണ്. അത് ആ വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലെല്ലാം എല്ലാം മനസ്സിലാക്കി എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ?
അപ്പൊ ഇവിടെ നമ്മൾ പ്രൈസ് ടേക്കർ എന്ന് പറയാൻ കാരണം എന്താണോ മാർക്കറ്റിൽ പറഞ്ഞ പ്രൈസ് അത് ടേക്ക് ചെയ്യാൻ ഇവർ സന്നദ്ധത പ്രകടിപ്പിക്കും. ദേ ആർ വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് പ്രൈസ്. അപ്പൊ അതുകൊണ്ട് ഇവരെ പ്രൈസ് ടേക്കേഴ്സ് എന്നാണ് പറയുക. ദ സെല്ലേഴ്സ് ഇൻവോൾവ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇൻഡസ്ട്രി ഈസ് റിഗാർഡഡ് ആസ് പ്രൈസ് ടേക്കേഴ്സ് ആൻഡ് നോട്ട് പ്രൈസ് മേക്കേഴ്സ്. Clear? Okay, so that's about the first market structure, perfect competition. Okay, അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സാനി അതൊന്ന് വായിച്ചോ, ആദ്യത്തെ 2 പോയിന്റ് മാത്രം ഒന്ന് വായിച്ചോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? വേഗം വേഗം. Very large number of buyers and sellers, ഓക്കെ homogeneous and undifferentiated product. ഓക്കെ മതി, താങ്ക് യു കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അരിയുടെ കാര്യം. എത്ര പേരുണ്ടാവും? വെരി ഫാർമേഴ്സ് എത്ര പേരുണ്ടാവും? ദാറ്റ്സ് എ യുണീക് ഫീച്ചർ. ദെൻ അവരെല്ലാവരും ഒരേ ഉൽപ്പന്നം, ഹോമോജിനസ് ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ്. അല്ലെ, അൺഡിഫറൻഷിയേറ്റഡ് മീൻസ് ദർ ഇസ് നോ ബ്രാൻഡ്സ്. അൺഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് അവർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതുപോലെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. അല്ലെ, അപ്പൊ ആർക്കും ഇതിലേക്ക് വരാം. ഇനി നഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആർക്കും പോവാം. അവിടെ ഒന്നും ഒരു നോ ബാരിയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്രോസസ്. അപ്പൊ അതാണ്. അതുപോലെ പെർഫെക്റ്റ് നോളജ്, അവർക്കൊക്കെ ഭയങ്കര ഇതിലുള്ള ബയേഴ്സിനും സെല്ലേഴ്സിനും ഒക്കെ ഇതിനെപ്പറ്റി നല്ല അറിവായിരിക്കും. അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തമ്മിൽ തന്നെ നല്ല ഇതല്ലേ. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ അടുത്ത വീട്ടിൽ ഇതുപോലെ കൃഷി ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിപ്പോ പാട്ടത്തിന് അങ്ങനെ ലീസിനൊക്കെ ചോദിക്കില്ലേ ലാൻഡ്, അപ്പൊ നിങ്ങളത് കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് പണിക്കാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കും. സോ ദർ ഇസ് എ because it is a healthy competition എന്നും പറയാൻ പറ്റില്ല. there is a soothing effect existing. അപ്പൊ നിങ്ങൾ there is a perfect mobility of factors of production. മനസ്സിലായോ? അപ്പൊ ഇതെന്താന്ന് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ലേ? ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നെല്ല് ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ അവർക്ക് ആവശ്യമുള്ള കൃഷി സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുമ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമായിരുന്നു. പണ്ടൊക്കെ നമുക്കത് പറയായിരുന്നു, ഈ അരിയുടെ നെല്ലിന്റെ ഒക്കെ കേസില്. ഇപ്പൊ അല്ലെ, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിലൊന്നും ഇല്ല. അപ്പൊ അന്നൊന്നും നമുക്ക് ഇപ്പൊ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ വേണ്ടി വരും. പക്ഷെ ഇത് എല്ലാവരും ചെയ്തതായതുകൊണ്ട് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, നൗ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വീറ്റ് റൈസിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. നൗ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ആർ ദ സാലന്റ് ഫീച്ചേഴ്സ്, എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞു. നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹൗ കുഡ് യു പ്ലോട്ട് ദി ഡിമാൻഡ് കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഇതിന്റെ ഡിമാൻഡ് കർവ് വരയ്ക്കുക? എങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരയ്ക്കുക? നിങ്ങൾ അരി കൊണ്ടുപോകുന്നു അല്ലെ, സപ്ലൈ നിങ്ങൾ ഇത്ര 1 കിലോ കൊണ്ടുപോയി, 2 കിലോ കൊണ്ടുപോയി, 10 കിലോ അരി നിങ്ങൾ കൊണ്ടുപോയി. സോ സപ്ലൈ കർവ് നിങ്ങൾ വരയ്ക്കാം അല്ലെ. സപ്ലൈ കർവ് ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെ പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടല്ലേ വരിക? മനസ്സിലായോ? പ്രൈസും ഔട്ട്പുട്ടും തമ്മിലാണ്. നിങ്ങൾ വില കൂടുമ്പോൾ സപ്ലൈ കൂടുകയാണ് ചെയ്യുക. അതിന് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വില ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടോ ഡിമാൻഡ് കർവ്. അപ്പൊ ഇത് സപ്ലയറിന്റെ ഭാഗത്ത് സപ്ലൈ കർവ് ഇങ്ങനെ, ഡിമാൻഡ് സൈഡിൽ നിന്ന് ഡിമാൻഡ് ഇത് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നത്. അരിയുടെ വില അങ്ങനെയാണ് ഇത്ര കിലോയ്ക്ക് ഇത്ര വില എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇത് മാർക്കറ്റിലാണ്. മാർക്കറ്റ് ഓർ ദി ഇൻഡസ്ട്രി എന്ന് പറയാം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ, ആ ചന്തയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലാണ് ഈ ഇക്വിലിബ്രിയം പ്രൈസ് ഫിക്സേഷൻ നടക്കുന്നത്. സോ ഇതിനെ നമ്മളൊരു 2 പാനൽ ഡയഗ്രാം ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതായത് ഡിമാൻഡ് കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ we are illustrating it as a 2 panel diagram. ഇതിൽ ഫസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യണേ? ഇവിടെ ഒരു പ്രൈസ് ഫിക്സേഷൻ ചെയ്യുന്നു. ആ പ്രൈസ് എടുക്കാൻ ഇയാൾ ഓക്കെ പറയുന്നു. മനസ്സിലായോ? അപ്പൊ ഈ ഫേം എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ കൃഷിക്കാരനാണ്. ഈ കൃഷിക്കാരൻ ഇവിടെ മാർക്കറ്റിൽ പറയുന്ന പ്രൈസ് ഓക്കെ എന്ന് പറയുന്നു. സോ ദാറ്റ് ആ ഒരു പ്രൈസ് ലൈൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ പറഞ്ഞ ആ പ്രൈസ് തന്നെ ഇയാള് പ്രൈസ് ലൈൻ ആയിട്ട് നമ്മളിത് ഇനിലാസ്റ്റിക് എന്നൊക്കെ പറയും. മനസ്സിലായോ? നമ്മൾ എങ്ങനെയല്ലേ പഠിച്ചേ? പഠിച്ചോളൂ കേട്ടോ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ മീൻസ് അത് വേറെയാണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഇന്നിലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. മനസ്സിലായോ? അപ്പൊ പ്രൈസും ഔട്ട്പുട്ടും തമ്മിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് ഓക്കെ എന്ന് പറഞ്ഞു വരുന്നതിനെയാണ് ഡിമാൻഡ് കർവ്. അത് ഡിമാൻഡ് ഈക്വൽ ടു പ്രൈസ് തന്നെയായിട്ട് നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ ആവറേജ് റവന്യൂ എന്നും പറഞ്ഞൂടെ? നമ്മൾ എന്താ പറയുന്നത്? P × Q/Q എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഈ പ്രൈസ് തന്നെയല്ലേ റവന്യൂ? പ്രൈസ് തന്നെയാണ്. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രൈസിനെയാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയുക. അപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു.
പി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ, അതിനെയാണ് എ ആർ എന്ന് പറയുക. അപ്പൊ ഇത് പി തന്നെയല്ലേ. അപ്പൊ ഈ പി തന്നെയാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്നിട്ട് പറയുക. ഇനി ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ ഈ 4 കേസിലും ഈ എ ആർ ഈക്വൽ ടു മാർജിനൽ റവന്യൂ തന്നെ പറയാം. കാരണം ഇതെല്ലാം ഹോമോജിനസ് പ്രൊഡക്റ്റ് അല്ലേ, അതുകൊണ്ട് ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഒന്നാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് കൂടുതൽ എക്കണോമിക്സിലേക്ക് നമ്മൾ കടന്നിട്ടും കാര്യമില്ല, നമുക്കിപ്പോൾ ഇത്ര തന്നെ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രൈസ് ലൈൻ ആണ് നമ്മുടെ ഇത്. പ്രൈസ് ഫിക്സേഷൻ ഈസ് ആക്സെപ്റ്റഡ് ബൈ ദ ഫേം. സോ ദ പ്രൈസ് ലൈൻ വിൽ ബി ലൈക്വൈസ്. സോ അതിനെ ഡിമാൻഡ് എന്നും പറയാം. ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. സിൻസ് ഇറ്റ് ഈസ് എ ഹോമോജിനിയസ് പ്രോഡക്റ്റ്, ആവറേജ് റവന്യൂ ഈസ് ഇക്വേറ്റഡ് ആസ് മാർജിനൽ റവന്യൂ. സോ ഈ ഒരു ഗ്രാഫ് ആണ് ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് നമ്മൾ എന്തിലെത്തി, പ്രൈസ് ഇത് എഴുതി. മനസ്സിലായോ? നോ, നമ്മളിപ്പോൾ പഠിച്ചത് ഡിമാൻഡ് കർവാണ്. ദിസ് തിങ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്തായി, നമ്മുടെ ഇതാണ് എ ആർ. ഇനി നമ്മൾ അടുത്ത സ്ലൈഡിൽ പോകുമ്പോൾ എന്താണ് എ ആർ എന്നുള്ളത് അറിയണം. സോ ദിസ് ലൈൻ ഈസ് എ ആർ. ഏത് ലൈനാണ്? ഇവിടെ കണ്ടോ, പ്രൈസും ഔട്ട്പുട്ടും തമ്മിൽ വരയ്ക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ എ ആർ കർവ് എന്ന് പറയുന്നത്. എ ആർ മീൻസ് പ്രൈസ് ലൈൻ ഓർ ആവറേജ് റവന്യൂ കർവ്. ക്ലിയർ അല്ലേ? ഈ ഒരു പടം നമുക്ക് അടുത്ത സ്ലൈഡിൽ പോകുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത സ്ലൈഡിൽ we are going to study equilibrium of firm under perfect competition. നമ്മുടെ 4ാമത്തെ ടോപ്പിക്കാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതിന്റെ സാലന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് പഠിച്ചു. ദെൻ നമ്മളിപ്പോൾ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, ഒരു മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് ദി ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്. ഇത്രയാണ് നമ്മൾ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് സിലബസിൽ കേട്ടോ. Now, equilibrium of a firm under perfect competition എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആ മാർക്കറ്റ് സ്ട്രക്ചർ ഇക്വിലിബ്രിയത്തിലാവാനായിട്ട് ഈ 2 ക്ലോസുകളും 2 ക്രൈറ്റീരിയകളും സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ നമ്മൾ പറയണത്? നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മുടെ അരിക്കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ഇക്വിലിബ്രിയത്തിൽ പോവാൻ, സ്റ്റേബിൾ ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ പോവാനായിട്ട് ഒരു നെസസറി കണ്ടീഷനും ഉണ്ട്, ഒരു സഫിഷ്യന്റ് കണ്ടീഷനും ഉണ്ട്. മനസ്സിലായോ? ഇൻ ഓർഡർ ടു ഗോ എന്താ പറയണേ, ഇറ്റ് ഷുഡ് ബി ലൈക്വൈസ് ദാറ്റ് അവർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഷുഡ് ബി ഇൻ എ പെർഫെക്റ്റ് ഇക്വിലിബ്രിയം വെൻ the 2 conditions of equilibrium are met. Which are the 2 equations of equilibrium? Necessary equilibrium condition is marginal cost equal to marginal revenue, and ഇതെന്താണ്, sufficient condition of equilibrium is marginal cost curve should cut the MR curve from below. മനസ്സിലായോ? അപ്പൊ അതിന് നമുക്ക് ഈ ഗ്രാഫ് വെച്ചിട്ട് പറയാം. ഈ ഗ്രാഫ് കാണുന്നില്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇവിടെ എനിക്ക് പേര് സിൻസീന ഉണ്ടോ? സിൻസീന. ഇതെന്താ ഇവിടെ എഴുതി വെച്ചിരിക്കണേ? ഹൊറിസോണ്ടൽ ലൈൻ്റെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കണേ? ഇവിടെ ഞാൻ മൗസ് വെച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് അതല്ല, ഇത് ഈ ഒരു മൗസ് പോണത് ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതി വെച്ചിട്ടില്ലേ? അത് പറഞ്ഞാൽ മതി. AR ഈക്വൽ ടു ഇത് പറഞ്ഞു. മൗസ് വെരി ഗുഡ്. AR ഈക്വൽ ടു MR എന്ന് പറയുന്നത് നമ്മൾ എന്താ നേരത്തെ കണ്ട സാധനല്ലേ? ഇവിടെ നേരത്തെ കണ്ടില്ലേ? നമ്മളെ ഡിമാൻഡ് ഇവിടെ കണ്ടില്ലേ? ഫേമിന്റെ നമ്മൾ ആ ഒരു സംഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് AR കർവ് നമുക്ക് ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ MR എഴുതി വെച്ചിട്ട്. നമുക്ക് MRന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രൈസ് ഈക്വൽ ടു AR ഈക്വൽ ടു MR എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലൈനെ എക്സ്പ്രസ് ചെയ്തു. ദ ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ ഈസ് P ഈക്വൽ ടു AR വിച്ച് ഇസ് ഈക്വൽ ടു MR. സോ അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ ഇവിടെ വരച്ചിട്ടു. നമ്മളിവിടെ എന്താ ചെയ്യണേ? ഇവിടെ കോസ്റ്റ് വേഴ്സസ് ഔട്ട്പുട്ട്, ഇവിടെ നമ്മൾ പ്രൈസ് എന്നുള്ളതിനെ മാറ്റി നമ്മളിവിടെ കോസ്റ്റ് ആൻഡ് റവന്യൂ എന്നാക്കി. കാരണം ഇവിടെ ഒരു മാർജിനൽ കോസ്റ്റ് നമ്മൾ വരയ്ക്കുന്നുണ്ട്, റവന്യൂയുടെ ലൈനും വരയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈസ് എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. ഇവിടെ കോസ്റ്റ് ലൈനും വരുന്നുണ്ട്, റവന്യൂ ലൈനും വരുന്നുണ്ട്. സോ അവർ വൈ ആക്സിസ് ഇസ് കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ന് മാറ്റിയാണ്. അതാ പറഞ്ഞത്. അത്യാവശ്യം നിങ്ങൾ പഠിക്കാണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പാസ് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. മനസ്സിലായോ? ഈ ആക്സിസ് ഒക്കെ തന്നെ ഇങ്ങനെ തന്നെ വരണം. കോസ്റ്റ് ആൻഡ് റവന്യൂ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. സോ കോസ്റ്റ് ആൻഡ് റവന്യൂ ഹൗ ഇറ്റ് ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട് എന്നുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് അറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കണ്ടോ ഈ ലൈൻ എന്ന് പറയുന്നത് വി ഹാവ് ഓൾറെഡി എക്സ്പ്രസ് ഇറ്റ് ഈസ് AR ഈക്വൽ ടു MR. ഇനി നമുക്കറിയാം, നമ്മൾ എപ്പോൾ അറിയാം? നമ്മൾ ലോങ് റൺ കോസ്റ്റും ഷോർട്ട് റൺ കോസ്റ്റും ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ?
മാർജിനൽ കർവ് ഈസ് എ യു ഷേപ്ഡ് കർവ് എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ യു ഷേപ്ഡ് കർവ് ആണ് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ മാർജിനൽ കർവ് ഈസ് എ യു ഷേപ്ഡ് കർവ്. നൗ ഇവിടെ എന്താ നമ്മൾ പറയണത്, എപ്പോഴാണ് ഇക്വിലിബ്രിയം ആവുക? നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എപ്പോഴും ഇക്വിലിബ്രിയത്തിലാവുക? എം സി ഈക്വൽ ടു എം ആർ ആവുമ്പോൾ ദ നെസസറി കണ്ടീഷൻ ഈസ് മെറ്റ് ഫോർ ദി ഇക്വിലിബ്രിയം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കണ്ടോ, ഇവിടെ എം സി എപ്പോഴാണ് ഈക്വൽ ആവുക? എം സി എം ആറിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു കണ്ടീഷൻ ഈക്വൽ ആവുക അല്ലെ. എം സി ഈക്വൽ ടു എം ആർ ആവണം എന്നുള്ളതാണ് നെസസറി കണ്ടീഷൻ. ഇവിടെ എം സി ഈക്വൽ ടു എം ആർ എവിടേക്കാണ്? ഈ എം സിയും എം ആറും മീറ്റ് ചെയ്യുമ്പോഴല്ലേ അത് വരിക അല്ലേ? എപ്പോഴാണ് ഈ രണ്ട് ലൈൻ മീറ്റ് ചെയ്യുമ്പോഴല്ലേ അത് ഇക്വേഷൻ സെയിം ആവണേ, മീൻസ് അത് നമുക്ക് ആ പോയിന്റ് സെയിം പോയിന്റ് വരണേ. രണ്ടാളും മീറ്റ് ചെയ്തപ്പോഴല്ലേ ഈ എക്സും വൈയും ഒന്നായത്. അപ്പൊ ഇവിടെ എ പോയിന്റിലും എ ഡാഷ് പോയിന്റിലും നമുക്ക് പറയാം എം സി ഈക്വൽ ടു എം ആർ അല്ലേ. ക്ലിയർ ആണോ? എം സി ലൈന് എം ആർ ലൈനിനെ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എം സി ഈക്വൽ ടു എം ആർ എന്ന് പറയാൻ പറ്റുക. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഡയഗ്രാം ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ആർ 2 points എ ഡാഷ് ആൻഡ് എ വേർ എം സി ഈക്വൽ ടു എം ആർ. ഇനി അപ്പൊ അതെന്തായി? നമ്മുടെ ഇതായി നെസസറി കണ്ടീഷൻ ഫസ്റ്റ് ക്ലോസ് ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താ പറയണേ? എം സി കർവ് കട്ട്സ് ദി എം ആർ കർവ് ഫ്രം ബിലോ. അതൊന്ന് മനസ്സിരുത്തി നോക്കൂ. എന്നിട്ട് എന്നോട് ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം, അപ്പോൾ എ ഡാഷ് ആണോ എ ആണോ നമ്മളുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്നുള്ളത് പറയണം. അതായത് എം സി ഈക്വൽ ടു എം ആർ എ ഡാഷിലും എയിലും എം സി ഈക്വൽ ടു എം ആർ ആണ്. പക്ഷേ ഇതിൽ ഒരു പോയിന്റിൽ എം സി കട്ട് ഫ്രം എബൗണ്ട്, എം സി എം ആറിനെ എബൗന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിൽ എം സി എം ആറിനെ ബിലോന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ നമുക്ക് ബിലോന്ന് കട്ട് ചെയ്താലാണ് നമുക്ക് എന്താവുക? ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റുള്ളൂ. ആരാണ് ഇത് മുകളിന്ന് കട്ട് ചെയ്യണേ? ബോയ്സിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ ലൈൻ ഇവിടെ വന്നിട്ട് അപ്പൊ ഏതായിരിക്കും ഉത്തരം? എ ആണോ? ഉത്തരം കിട്ടിയവരവിടെ എഴുതി വെച്ചോ, കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ. എ ഡാഷ് ആണോ എ ആണോ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാവുക? എ അല്ലേ. കാരണം എന്താ? ഈ മാർജിനൽ കോസ്റ്റ് ഇവിടുന്ന് മോളിന്ന് വന്നിട്ടാണ് ഇവിടെ കട്ട് ചെയ്യണത്. മോളിന്ന് വന്ന് കട്ട് ചെയ്ത ആളെ നമുക്ക് പാടില്ല. ഈ ലൈൻ ഇങ്ങനെ താഴത്തുനിന്ന് വന്ന് ഇതിനെ കട്ട് ചെയ്തപ്പോ ഇവിടെ എന്തായി? ഓക്കെ ആയില്ലേ? അപ്പൊ എം സി കർവ് താഴത്തുനിന്ന് വന്ന് കട്ട് ചെയ്തു. സോ ദ സെക്കൻഡ് ക്ലോസ് ഈസ് ഫോളോഡ്. സോ അവർ ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് എ പോയിന്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് അവിടെ ക്ലിയർ എന്നൊന്ന് പറയോ? അല്ലെങ്കിൽ ഞാൻ അത് വീണ്ടും പറയേണ്ടി വരും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആയോ എന്ന് പറയോ? അടുത്തേക്ക് പോവാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയവർ ഓക്കെ ആണെന്നൊന്ന് ജസ്റ്റ് അടിച്ചിട്ട് പോവോ? ഇപ്പൊ പറഞ്ഞതാണോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? വീണ്ടും പറയണ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അതായത് ഇവിടെ നമ്മൾ 2 പോയിന്റ് എ ഡാഷും എ എന്ന് പറയുന്ന പോയിന്റും ഉണ്ട്. അതിൽ നമ്മൾ എ സെലക്ട് ചെയ്യാൻ കാരണം, ഒരു മിനിറ്റ് അത് ചാർജ് കഴിഞ്ഞ് ഒന്ന് കുത്തിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മളിനി അത് കഴിഞ്ഞു. ഇവിടെ ഇത് പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മള് ഒരു സെറ്റ് കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളാണ്. അത് മനസ്സിലായല്ലോ അല്ലെ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ മനസ്സിലാക്കി, ഫീച്ചേഴ്സ് മനസ്സിലാക്കി, ദെൻ ഡിമാൻഡ് കർവ് വെരി ഇമ്പോർട്ടൻറ്റ് അത് മനസ്സിലാക്കി, ഇക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മനസ്സിലാക്കി കഴിഞ്ഞാൽ
that topic is over. Likewise, we are proceeding to our next market structure, monopoly. Clear അല്ലേ? മോണോപ്പൊളി. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ മിഥുൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കണം, നോക്കി ഒന്നും പറഞ്ഞേ. മിഥുൻ. RBI റെയിൽ ട്രാൻസ്പോർട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിൽ മോണോപ്പൊളി എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിലേക്കാണ് നമ്മൾ കിടക്കണേ. മോണോപ്പൊളിയുടെ മലയാള അർത്ഥം എന്ന് പറയുമ്പോൾ കുത്തക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മോണോപ്പൊളി പറയുക അല്ലെ. മോണോ മീൻസ് സിംഗിൾ ആൻഡ് പോളോ മീൻസ് ടു സെൽ എന്നുള്ള ഗ്രീക്ക് വേർഡ് നിന്നാണ് ഈ ടേം വന്നതെന്നാണ് പറയുന്നത്. സോ മോണോപ്പൊളി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഇൻ വിച്ച് സിംഗിൾ സെല്ലർ സെൽസ് എ പ്രോഡക്റ്റ് വിച്ച് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതായത് ഇതിൽ ഇപ്പോൾ ഒറ്റ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനെയാണ്. അത് വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ എന്താ അംബാനി എന്നൊക്കെ പറയുന്നത് കേട്ടു, പക്ഷെ അതൊന്നും പിന്നെ വന്നില്ല. പക്ഷെ അപ്പൊ ഇന്ത്യൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ, വേറെ ഒരാള് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഓഫർ ചെയ്യുന്നില്ല. അതുപോലെ നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദേ ഹാവ് ദി പവർ ടു മിന്റ് ദി മണി എന്നാണ് പറയുന്നത്. they have exclusively the power to mint the money. Mint the money means in the sense they have only the authority to print and circulate the money. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമാണ് അതിന്റെ അവകാശമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഫേംസിനെ പറയുന്ന പേരാണ് മോണോപോളി എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നൗ ഫീച്ചേഴ്സ് ഓഫ് മോണോപോളി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ആളല്ലേ ഉണ്ടാവുള്ളൂ, സിംഗിൾ സെല്ലറേ ഉണ്ടാവുള്ളൂ. അതുപോലെ റെസ്ട്രിക്ഷൻ ഓൺ എൻട്രി, ഇപ്പൊ ഇത് പറഞ്ഞില്ലേ ഈ ഇന്ത്യൻ റെയിൽവേ അംബാനിക്ക് എന്ന് പറഞ്ഞു, പക്ഷെ ആ ഒരു പ്രപ്പോസൽ തന്നെ നമുക്കറിയില്ല ഏതോ ഒരു സ്റ്റേജിലെ. അപ്പൊ അതന്നെ ഭയങ്കരമായിട്ടുള്ള എൻട്രി അതിലേക്ക് വരണമെങ്കിൽ തന്നെ ഭയങ്കര പ്രസിദ്ധൊക്കെയാണ്. ചിലപ്പോൾ അതിന് അക്സെപ്റ്റൻസ് പോലും കൊടുക്കില്ല, കാരണം അങ്ങനത്തെ ഒരു വലിയൊരു സംഭവമാണല്ലോ അത്. പിന്നെ അവരെന്ന് പറയുന്നത് അപ്പൊ പക്ഷെ ഇതിലൊരു കാര്യം, ദേ ആർ ദി പ്രൈസ് മേക്കേഴ്സ്. കാരണം ഒറ്റ ഒരു ഇതായതുകൊണ്ട് അവർക്ക് തന്നെയാണ് അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുക. പ്രൈസ് മേക്കർ. ഇപ്പൊ ഇന്ത്യൻ റെയിൽവേയിലെ ടിക്കറ്റിന്റെ പൈസ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പൈസ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാം, അത് നമ്മുടെ ഇതാണ്. പക്ഷെ അവരാണ് അതിലെ ടിക്കറ്റ് ഇമ്പോസ് ചെയ്യണത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ദേ ആർ ആക്ച്വലി ദി പ്രൈസ് മേക്കേഴ്സ്. പിന്നെ അതിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല, കാരണം സിംഗിൾ സെല്ലർ ആണല്ലോ. പിന്നെ അതിലൊരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ മേ ബി യൂസേജിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജെൻഡർ അങ്ങനെ ഏജ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ വയസ്സായവർക്ക് സീനിയർ സിറ്റിസന് അങ്ങനെയൊക്കെ കൊടുക്കില്ലേ, അതുപോലെ യൂസേജിനെ RBIയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പൈസയുടെ ഇതൊക്കെ വേണമെങ്കിൽ യൂസേജിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവർക്ക് മണി അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു ഫീച്ചർ അവിടെ വരുന്നുണ്ട്. മീൻസ് ദേ ഹാവ് ദി അതോറിറ്റി ടു മീൻസ് offer their goods or service in a discriminated way. നല്ലൊരു ഡിസ്ക്രിമിനേഷൻ രീതിയിൽ അവർക്ക് അത് ഓഫർ ചെയ്യാനുള്ള അവകാശമുണ്ട്. Now ഇവിടെ നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കൂടി ഒരു സാധനമേ ഉള്ളൂ. പിന്നെ അവിടെ ഫേമും ഇൻഡസ്ട്രീസോ ഫേം ഈക്വൽ ടു ഇൻഡസ്ട്രി തന്നെയാണ് അല്ലെ, ഒരു ആളല്ലേ ഉള്ളൂ. അപ്പൊ ആ ആൾ തന്നെയായിരിക്കും ഫേം, അയാളെ തന്നെയാണ് ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ് നമ്മൾ പറയാ. സോ ദീസ് ആർ ദി സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളി. Now next is ഡിമാൻഡ് കർവ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇവിടെ ഡിമാൻഡ് കർവ് പഠിക്കണം. ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് മറ്റേതുപോലെയല്ല. മറ്റേതുപോലെ അവിടെ നമ്മൾ മോണോപോളിയിൽ ഒരാൾക്ക് ഒരു സാധനത്തിന്റെ, ഇപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ കേസ് ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റിന്റെ വില നമുക്ക് വേണമെങ്കിൽ ഇത്രയാന്ന് പറയാം. അപ്പൊ ഇയാൾക്ക് അതിന്റെ ടിക്കറ്റ് നിശ്ചയിക്കാനുള്ള അവകാശം നമ്മുടെ മോണോപോളി എന്ന് പറയുന്ന ആ ഒരു മീൻസ് അവർക്കുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്പൊ അതിന്റെ എന്താണ്, അത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ബയേഴ്സ് അവർ വില ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പൊ അവർക്കത് പ്രൈസ് കൂട്ടാനുള്ള അവകാശം അവരുടെ കയ്യിലാണെങ്കിലും ബയേഴ്സിന് അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം അത് നമ്മുടെയാണ്. നമുക്ക് ഇഷ്ടം, നമ്മൾ ചിലപ്പോൾ പോവില്ല, ട്രെയിനിൽ പോവില്ല എന്ന് വെക്കും. മനസ്സിലായോ? അപ്പൊ അവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ വരിക. അപ്പൊ ആ രീതിയിൽ അങ്ങോട്ട് പഠിച്ചു വെച്ചോളൂ. കൂടുതൽ നമുക്ക് അതിന്റെ ടെക്നിക്കാലിറ്റീസിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്ലോപ്പ് ലൈൻ ലൈക്ക് വൈസ്. മനസ്സിലായോ? അവിടെ നമ്മൾ ആ ഒരു സപ്ലൈ ഡിമാൻഡ് എന്നുള്ളത്, കാരണം സപ്ലൈ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് സപ്ലൈയും ഡിമാൻഡും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഒക്കെ ഉള്ളത് നമുക്ക് അങ്ങനത്തെ ഒരു മാർക്കറ്റ് അല്ല ഇവിടെ. ഇവിടെ അവർക്ക് അവരുടെ പ്രൈസ് നിശ്ചയിക്കാനുള്ളതുണ്ട്. അവരുടെ പ്രൈസും മീൻസ് ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ അല്ലല്ലോ ഇത്, ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ അല്ല. അപ്പൊ അവര് അങ്ങനെ പൈസ കൂട്ടുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട്
എന്തുണ്ടാവും, മീൻസ് അതിൻ്റെ ഡിമാൻഡ് കുറയും, മീൻസ് നമ്മളത് ടേക്കേഴ്സ് കുറയും. അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെയായിട്ടാണ് നമ്മൾ കാണിക്കുക. പിന്നെ ഇതിലിങ്ങനെ പഠിച്ചു വെച്ചോളൂ, ഇതിൻ്റെ മാർജിനൽ റവന്യൂ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോടയായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഇത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആവറേജ് റവന്യൂ ലൈൻ ഓർ പ്രൈസ് ലൈൻ വിൽ ബി ലൈക്ക് വൈസ് ഡിമാൻഡ് ലൈൻ. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് തിങ്, a marginal revenue line will be a line inclined below to our this line. ഇത് ഇതേപോലെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ MR ലൈന്, ഇതാണ് നമ്മുടെ AR ലൈന്. മനസ്സിലായല്ലോ? ഇതിങ്ങനെ പഠിച്ചു വെച്ചോളൂ. നൗ നമ്മുടെ ഇക്വിലിബ്രിയം ആണ് പറയാൻ പോകുന്നത്. ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ ഇതേപോലെ പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ നമുക്കറിയാം. അവർ കണ്ടീഷൻ ടു എസ്റ്റാബ്ലിഷ് ദി ഇക്വിലിബ്രിയം ഈസ് ഓൺ എ മാർജിനൽ ബേസിസ്. മാർജിനൽ ബേസിസിലാണ്, മാർജിനൽ ടേംസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അവർ ഇക്വിലിബ്രിയം ടു എസ്റ്റാബ്ലിഷ് ഇൻ മോണോപോളി ഈസ് ദ സെയിം ആസ് വി ഹാവ് സ്പോക്കൺ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ മാർജിനൽ അപ്രോച്ചിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മാർജിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. മാർജിനൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കണ്ടോ, MR MC ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ ഒരു മാർജിനൽ സംഭവങ്ങളെയല്ലേ നമ്മൾ ഇക്വേറ്റ് ചെയ്യണേ. സോ ആക്ച്വലി വി ആർ ഫോളോയിങ് ഇൻ എ മാർജിനൽ അനാലിസിസ്. സോ ഇവിടെ മാർജിനൽ റവന്യൂ നേരത്തെ പോലെ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആവണം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് എന്തായിരുന്നു, നെസസറി കണ്ടീഷൻ അല്ലേ? നെസസറി കണ്ടീഷൻ തന്നെ ആയിരുന്നില്ലേ അത്? നെസസറി, ഇത് ആദ്യത്തെ കണ്ടീഷനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ? ആദ്യത്തെ കണ്ടീഷനെ നമ്മൾ നെസസറി കണ്ടീഷൻ എന്ന് പറയും. രണ്ടാമത്തെ കണ്ടീഷൻ സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയും കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് പ്രീവിയസ്. മാർജിനൽ റവന്യൂ മസ്റ്റ് ബി ഈക്വൽ ടു MC ആൻഡ് മാർജിനൽ കോസ്റ്റ് മസ്റ്റ് കട്ട് MR ഫ്രം ബിലോ. അത് അതേപോലെ തന്നെയാണ് വരുന്നത്. സോ ഇവിടെ വരുമ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? എഡിറ്റ് കാണുന്നില്ലേ? ജസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഇതുപോലെ വരയ്ക്കാനൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ AR ലൈൻ. നേരത്തെ വരച്ച ലൈൻ ഓർമ്മയില്ലേ? നമ്മൾ നേരത്തെ കണ്ട സാധനം ഇല്ലേ? ഇതാണ്ടോ ഈ വര, മുകളിലത്തെ വര, താഴെ ഒരു വര, ഈ രണ്ട് വരകളാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ദിസ് ഇസ് അവർ AR ലൈൻ ആൻഡ് ദിസ് ഇസ് അവർ MR ലൈൻ. ഇനി എന്താണ് ഇവിടെ പറയണത്? MC. ഇനി നമ്മൾ എന്ത് വരയ്ക്കണം? നേരത്തെ നമ്മൾ MC, നമ്മുടെ ARഉം MRഉം ഒരേ ലൈൻ ആയിരുന്നു. അതൊറ്റ Y X ആക്സിന് പാരലായിട്ട് പോയി. ഇവിടെ പക്ഷെ രണ്ടും ഒരേ ലൈൻ അല്ല, വിഭിന്നങ്ങളായിട്ടുള്ള ലൈനാണ്. AR MR ഇങ്ങനെ ലൈനാണ് അല്ലേ? അപ്പൊ നമ്മുടെ മറ്റേത് മാർജിനൽ കോസ്റ്റ് എങ്ങനെയായിരുന്നു? ഒരു U പോലെ അതിനെ താഴ്ത്തുനിന്ന് പോവുക ചെയ്ത്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. നൗ ദാറ്റ്സ് ഓവർ. നൗ വി ആർ ഇൻ ദി മോണോപോളി സ്റ്റേജ്. അപ്പൊ ഇവിടെ AR MR നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാ, ഈ പോണ വര കണ്ട, ഇത് കണ്ട, മൗസ് പോണ കണ്ടില്ലേ? ഇത് കണ്ട, ഇതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റിന്റെ ലൈൻ വരിക. അതിനെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നായതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അതിനെ SMC, നിങ്ങൾ MC എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഷോർട്ട് റണ്ണിലാണ് ഇത് പറയുന്നത് കൊണ്ട് നമ്മൾ SMC എന്ന് എഴുതി. കണ്ടോ? ഇനി ഇവിടെ എന്താ ഉണ്ടാവണേ? മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്ത് വരണേ? ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ള സംഭവം വരണേ. മനസ്സിലായോ? നമ്മൾ A ഡാഷും A ഉണ്ടായിരുന്നില്ലേ? അതേപോലെ ഇവിടെ ഒറ്റൊരു പോയിന്റ് ഇല്ലല്ലേ? ഏതാ പോയിന്റ്? ഏതാ പോയിന്റ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ ലൈൻ പോയി ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ ലോക്കസിന് എന്താ ഒരു പേരിട്ടിരിക്കണേ? ഇതാണ് നമ്മുടെ MC. സാനിയ പറഞ്ഞോ. ഇതാണ് നമ്മുടെ MC. MC-യും MRഉം മീറ്റ് ചെയ്ത പോയിന്റിന്റെ പേരെന്താണ്? E ആണ്. കറക്റ്റ് ഉണ്ടോ? ഈ പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് വരിക. അതെന്തോ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാ തോന്നുന്നു. ഇതെവിടെ ഇക്വിലിബ്രിയം പ്രൈസ് വരും. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വരിക കേട്ടോ. X ആക്സിസിൽ Y ആക്സിസിൽ എടുക്കുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ്, ദിസ് ഈസ് ദി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിൽ വരാനുള്ളത്. പിന്നെ ഇതിൽ ഇവരൊരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ബോക്സ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ഇതിന് കിട്ടുന്ന ലാഭത്തിന്, അതായത് ഇതൊക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെയാണ് ഇത് ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അവർ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വേറൊരു കർവ് കണ്ടോ? ഇത് കണ്ടോ? SAC, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈന് ഇവിടെ ഈ പ്രൈസൊക്കെ നോക്കി മാത്തമാറ്റിക്കലി നമ്മൾ പ്രൈസും ഔട്ട്പുട്ടും മോഡൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും അല്ലേ? SAC, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കിട്ടും. അപ്പൊ ആ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഈ ലൈനുകളുടെ ഇടയിൽ ഇങ്ങനെ റെക്ടാങ്കുലർ ആയിട്ട് ബോക്സ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ ബോക്സിനെയാണ് നമ്മൾ, ആ ബോക്സിന്റെ ഏരിയനൊക്കെ ആയിരിക്കും നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? പ്രോഫിറ്റ് ബോക്സ് ഒക്കെയാണിത്. അതിന്റെ ആവശ്യമില്ല തോന്നുന്നു, അത് നമ്മുടെ സിലബസിൽ പറയുന്നില്ല. പക്ഷെ
ഇത് ഒന്ന് വരച്ചിടുകയാണെങ്കിൽ നല്ലതുമായിരിക്കും. ഈ കർവ് ഇതുപോലെ വരച്ചിടുക. ഇവിടെ ഇതാണ് ശരിക്കും ഇക്വിലിബ്രിയം പ്രൈസ്. അത് എന്തോ വിട്ടുപോയതാണ്. അതിൻ്റെ വേറെ ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാനത് നമ്മുടെ നോട്ടിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ ഇതേ പടം ഇതുപോലെ വരച്ചിട്ടാൽ മതി കേട്ടോ. മനസ്സിലായോ? ഈ മാർക്ക് ചെയ്ത വേറെ ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞ് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതന്നെ ഇതുപോലെ ഒന്ന് വരച്ചിടാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം അണ്ടർ മോണോപോളി. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒന്നുകൂടി പറയാം. നമ്മുടെ AR ലൈൻ ഇങ്ങനെയാണ്, അത് വരച്ചിട്ടു ആവറേജ് റവന്യൂ. ഇത് നമ്മുടെ മാർജിനൽ റവന്യൂവിന്റെ ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, നൗ ദിസ് ഈസ് അവർ ദിസ് ഈസ് അവർ SMC കർവ്. ഇത് എങ്ങനെ പോണു? MC-യും MR-ഉം മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. സോ ഈസ് അവർ പോയിന്റ്. സോ ദിസ് വിൽ ബി കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം പ്രൈസ് which could be fixed in monopoly. അല്ലെ, റെയിൽവേ ടിക്കറ്റിന് ഇത്ര പൈസ ആവണം എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഇത്. അതായത് ഒരു ടിക്കറ്റിന് ഇത്ര രൂപ എന്ന് പറയുന്നത് ആവാം, മേ ബി അങ്ങനെയൊക്കെ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അങ്ങനെ പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസ് ഇത് കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്. മനസ്സിലായോ? അപ്പൊ ഇപ്പോൾ ഒരു ടിക്കറ്റിന് ഒരു 2 ടിക്കറ്റിന് 20 രൂപ ആയാലാണ് എന്താ പറയുക ലാഭം ആവുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ ഇതിന്ന് പ്രഡിക്റ്റ് ചെയ്യാലോ, അങ്ങനെയൊക്കെ ചെയ്യാലോ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ഗ്രാഫൊക്കെ വരയ്ക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്നൊന്ന് എഴുതി വെക്കുമോ? ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ, നൗ അടുത്തൊരു ടേം വരുന്നത് ഡംപിംഗ് എന്ന് പറയുന്നതാണ്. ഡംപിംഗ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന ഒരു ടേം ആണ്. ഇറ്റ് ഈസ് എ ടേം എക്സ്പ്രസ്ഡ് ഇൻ, നിങ്ങൾ എത്ര പേര് ഓക്കെ പറഞ്ഞു എന്ന് നോക്കട്ടെ. മനസ്സിലായവരൊന്ന് ഓക്കെ പറഞ്ഞു. നമുക്കിപ്പോൾ ഫാസ്റ്റ് ആയിട്ട് പോവും ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി പറയണ്ടല്ലോ? പറഞ്ഞു കാണുന്നില്ല. ഓക്കെ, ക്ലാസ് റെപ്പ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡംപിംഗ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമുക്ക് വരുന്നത്. ഇനി ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ആക്ച്വലി ഇത് റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ പോർഷൻ ഒന്നും കൂടി കേട്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? ഇത് ക്ലാസ്സിൽ പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതായിട്ട് റെക്കോർഡഡ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിസ്സായവർക്ക് കൂടി കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, സോ ആരെങ്കിലും വന്നോ? അഡ്മിറ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതുമാണ് പറഞ്ഞേ. ഓക്കെ, നൗ ഡംപിംഗ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കണേ. 3 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് ഈസ് ഡംപിംഗ്? Dumping, it means a monopolist sells his product at a higher price in the home market and lower price in the international market. ആ ഒരു പ്രോസസ്സിനെ അല്ല, ആ ഒരു ഇതിനെ പറയുന്നതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പ്രൈസ് കൂട്ടി വിൽക്കുകയും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറച്ചിട്ടാണ് നമ്മുടെ ഈ മോണോപോളി ചെയ്യുന്നതെങ്കിൽ, മോണോപോളിയുള്ള ഒരു മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡംപിംഗ്. മനസ്സിലായോ? അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. ഹി സെൽസ് ഹിസ് പ്രോഡക്റ്റ് ഓർ സർവീസ് അറ്റ് എ ഹയർ പ്രൈസ് ഇൻ ദി ഹോം മാർക്കറ്റ് ആൻഡ് ലോവർ പ്രൈസ് ഇൻ ദി ഇന്റർനാഷണൽ മാർക്കറ്റ്. ദെൻ ദാറ്റ് സോർട്ട് ഓഫ് തിങ് ദാറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡംപിംഗ്. ഓക്കെ, ഞാൻ അടുത്തത് ഇതും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു എക്സ്ട്രാ ഒരു സംഭവം വരുന്നതാണ്. നമ്മൾ സാധാരണ എന്താ പഠിക്കാറ്? എന്താണ് ആ ഡെഫിനിഷൻ പഠിക്കും, സാലന്റ് ഫീച്ചേഴ്സ് പഠിക്കും, ഡിമാൻഡ് കർവ് പഠിക്കും, ഇക്വിലിബ്രിയം പോയിന്റിനെ പറ്റി പഠിക്കും. അതോടെ അത് ക്ലോസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഡംപിംഗ് എന്ന് പറഞ്ഞ ടേമും വന്നു, ഈ ഒരു സ്ലൈഡും വന്നു അല്ലേ? അപ്പം ഇതിൽ പറയുന്ന റെഗുലേഷൻ ഓഫ് മോണോപോളി എന്ന് പറയുന്നത് എന്തൊക്കെ റെഗുലേഷൻസ് ആണ്. നമ്മളിപ്പോൾ മോണോപോളി എന്ന് പറയുമ്പോൾ ഒരു കുത്തക ഒരു രീതിയാണല്ലോ. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും സോഷ്യൽ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ഇമ്പോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ നോട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പം അതിൽ പറയുന്നത് പ്രൊമോട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഈ റെയിൽവേ ഒക്കെ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരണം. അതായത് ഇപ്പോൾ ഒറ്റ ഇന്ത്യൻ റെയിൽവേ മാത്രം ആയതുകൊണ്ടാണല്ലോ നമുക്ക് അത് മോണോപ്പൊളി. അപ്പോൾ വേറെ ആൾക്കാരോട് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതിലേക്ക് വേറെ ആൾക്കാർ അധികം വരുന്നുണ്ടാവില്ല. എന്നാലും ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ പ്രൊമോട്ട് കോമ്പറ്റീഷൻ, കൂടുതൽ ആൾക്കാരെ ഇതിനൊക്കെ ഇത് കൊടുക്കുക. പുതിയ ഇൻഡസ്ട്രിയൽ പേഴ്സൺസിനോട് പറയുക ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ളത് പറയുക, ഈ ഒരു വ്യവസായത്തിലേക്ക് വരൂ എന്നുള്ളത് പറയുക. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതൊരു നല്ല കാര്യമായിരിക്കും റെഗുലേഷൻ രീതിയിൽ. ദെൻ ക്വാളിറ്റി ഓഫ് സർവീസ്, ഇവരുടെ ക്വാളിറ്റി അല്ലേ? ഇപ്പം ഇന്ത്യൻ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പം ഹൈജീനും അവരുടെ സർവീസും അവിടുത്തെ പാൻട്രി അതുപോലെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളും ക്വാളിറ്റി ടൈം, അതൊന്നുമല്ല. ഏറ്റവും പ്രധാനം എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ അതൊക്കെ ക്വാളിറ്റി ഓഫ് സർവീസും എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊരു ഗവൺമെൻറ് സൈഡിൽ നിന്നൊരു ഇത് വേണം. മനസ്സിലായോ? അതുപോലെ പ്രിവെന്റ് എക്സസ് പ്രൈസ്, മോണോപോളി ആയതുകൊണ്ട് തന്നെ എക്സസ് പ്രൈസ് ഈടാക്കാനുള്ള ഒരു ഇത് വരും. അപ്പം അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ
ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ വരണം. മനസ്സിലായോ? അപ്പൊ ദീസ് ആർ ദി റെഗുലേഷൻസ് വിച്ച് നീഡ് ടു ബി ഇമ്പോസ്ഡ് ഇൻ എ മോണോപോളി. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. സോ അവർ സെക്കൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ ഇസ് ഫിനിഷ്. നൗ വി ആർ മൂവിങ് ടു അവർ തേർഡ് മാർക്കറ്റ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. പേര് ഏകദേശം ഇതുപോലെയാണ്, പക്ഷേ ഇത് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ ഒരു റെഡിലിട്ട് ആരതി ഉണ്ട്. ഇവിടെ ആരതി അല്ലെങ്കിൽ ആദിത്യ, ആരെങ്കിലും ഒരാള് വേഗം മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ, ഇവിടെ എന്താണ് റെഡ് മാർക്ക് ചെയ്തിരിക്കണേ? ഇതിന്റെ ഒരു കീ ഫീച്ചർ ആയിട്ട് ആദിത്യ ഉണ്ടോ? ലെറ്റിൽ ആദിത്യ, റെഗുലർ ആദിത്യ അല്ലെങ്കിൽ ആരതി, ആരെങ്കിലും ഒരാള് വേഗം. ഹലോ, രസിക ഉണ്ടോ? പ്രാർത്ഥന, അവന്തിക, നിങ്ങളൊന്നും ഇല്ലേ ഇവിടെ? ഇവിടെ ഉള്ളതാരപ്പോ? സാനിയോട് തന്നെ ചോദിക്കാം. സാനി, എന്താ ഇവിടെ ബോൾഡ്, എന്താണ് ഇവിടെ റെഡ് മാർക്ക് ചെയ്തിരിക്കണേ? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് it is a market structure at which large number of sellers dealing with differentiated products. നമ്മൾ ആദ്യത്തെ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞ എല്ലാ ഹോമോജിനസ് കോമഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് കോമോഡിറ്റീസ് ആണ് ഈ ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് എഡ്വേർഡ് ചാമ്പർല എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ഇത് കോയിൻ ചെയ്തതെന്ന് പറയുന്നു. ഇവിടുത്തെ പ്രധാന കാര്യം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ് ഇവരുടെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സോപ്പാണ് ഇവര് ഈ ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം പറയാം. സോപ്പ് തന്നെ ഒരേ പർപ്പസിനാണ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുക അല്ലെ. പക്ഷെ സന്തൂർ ഉണ്ട്, ലിറിലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കുറെ കമ്പനികളുണ്ട്. അപ്പൊ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അങ്ങനെയാണ്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ മീൻസ് commodities marketed by each seller can be distinguished from the products marketed by other seller in the form of size വ്യത്യാസം ഉണ്ടാവും, ഷേപ്പ്, കളർ, ബ്രാൻഡ്, ഇതൊക്കെ വ്യത്യാസമുള്ള രീതിയിൽ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മാർക്കറ്റിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഇസ് നോൺ ആസ് മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഡിഫറൻഷിയേറ്റഡ് കോമോഡിറ്റീസ് ആയിരിക്കും, അത് തന്നെയാണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് സോപ്പ് എക്സാമ്പിൾ ആയിട്ട് പറയാം. പർപ്പസ് ഒന്നാണെങ്കിലും നമ്മൾ പല രീതിയിലായിരിക്കും അതിനെ ബ്രാൻഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും. Now, what are the features of monopolist competition? ഇതിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. എത്ര കമ്പനികളുണ്ട് സോപ്പിന്? അപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ആദ്യം പഠിച്ച അരിയുടെ പോലെയല്ല അല്ലെ. ഇവിടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ബ്രാൻഡുകൾ ആണ് ഇതിൽ വരുന്നത്. ഫ്രീഡം ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ്. ഇതേപോലെ തന്നെ ആർക്കും വേണമെങ്കിൽ ഈ വ്യവസായത്തിലേക്ക് വരാം, നഷ്ടമാണ് ആണെങ്കിൽ പോവാം. അതിലൊന്നും ഒരു ബാരിയേഴ്സും ഇല്ല. ബാരിയേഴ്സ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മോണോപ്പൊളിയിലാണ് ഉണ്ടായിരുന്നത് അല്ലെ. ഇപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ റെയിൽവേ സർവീസ് കൊടുക്കണമെങ്കിൽ തന്നെ വരാൻ എത്രയൊക്കെ ലീഗൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ വരാം, അത് പോവാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ വരുന്ന കീ ഫീച്ചർ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ്. അതായത് പരസ്യങ്ങളും അതിന്റെ ഒരു ഇതാണ് ഇവിടുത്തെ കീ ഫീച്ചർ വരുന്നത്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് ഇസ് എ കീ ഫീച്ചർ. അതുപോലെ ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളേജ് എന്ന് പറയുമ്പോൾ ഇത് കുറേ പരസ്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഈ ബയേഴ്സിനൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ, പരസ്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ധാരണ, പരസ്യങ്ങൾ പറഞ്ഞ് പൂർണ്ണമായും വിശ്വസിക്കാനും പറ്റില്ലല്ലോ നമുക്ക്. മനസ്സിലായോ? അപ്പൊ അരിയുടെ കേസിൽ നമുക്ക് അറിയാം, അരി കഴിച്ചു കഴിഞ്ഞാൽ അതിലൊന്നൊരു വ്യത്യാസമില്ല, മീൻസ് എല്ലാം അതാണ്. പക്ഷെ ഇവിടെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പെർഫെക്റ്റ്, അപ്പൊ അതിന്റെ കോമ്പോസിഷൻ എന്താണ്, അതെന്താ, അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്തൊരു അവസ്ഥയായിരിക്കും മോണോപോളിസ്റ്റ് കോമ്പറ്റീഷനിലുള്ള സംഭവത്തിൽ ഉണ്ടാവാം. ഈ ഗ്രാഫ് ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ മറ്റേ ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ഇവിടെ വരിക. ജസ്റ്റ് ലൈക്ക് മോണോപോളിസ്റ്റിക്കിന്റെ ഇതുപോലെ ARന്റെ താഴെ ആയിരിക്കും MR ലൈൻ വരിക. നമ്മുടെ MC കർവ് ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് വരിക. മനസ്സിലായോ? ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഈ ബോക്സ് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് മാർക്ക് ചെയ്യുക. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ സെയിം തിങ്. യു ഹാവ് ടു റീ എൻട്രി ഹിയർ ഓൾസോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്നില്ല, മനസ്സിലായവരൊന്ന് ക്ലിയർ എന്ന് എഴുതി വെക്കൂ. അതോടെ നമ്മുടെ അത് തീർന്ന് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കും. അതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും കേട്ടോ. ക്ലിയർ ആയവര് ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, രണ്ടാൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് റെക്കോർഡഡ് വീഡിയോ വീണ്ടും കേട്ടാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, നൗ അടുത്തത് നെക്സ്റ്റ് ഫോർത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഇസ് ഒലിഗോപോളി. ഒലിഗോപോളി എന്ന് പറയുന്നത്, ഒലിഗോ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഫ്യൂ എന്നാണ്.
Polo means sell. Okay, now it's a market with few sellers dealing with homogeneous and differentiated commodities. Example ആയിട്ട് അതായത് ഇതിൽ എന്താ പറയണേ, ഇറ്റ് ഈസ് എ മാർക്കറ്റ് വിത്ത് ഫ്യൂ സെല്ലേഴ്സ് ഡീലിംഗ് വിത്ത് ഹോമോജിനസ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് കോമഡിറ്റീസ് ആണ് പറയുന്നത്. അതായത് ഒരേപോലത്തെ എന്നാൽ അതിൽ വ്യത്യാസമുള്ള രണ്ടും കൂടി ചേർന്ന ഒരു സംഭവം. ആ എക്സാമ്പിൾ പറയുന്നത് ഇവിടെ ഏവിയേഷൻ സെക്ടർ അല്ലെങ്കിൽ എയർലൈൻസ് ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പോൾ എംറൈറ്റ്സ്, സിംഗപ്പൂർ എയർലൈൻസ്, എയർ ഇന്ത്യ, ഇൻഡിഗോ, ഇപ്പം അതായത് ഇവരുടെ ഇതെന്ന് പറയുന്നത് ആൾക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് പ്രൈമറി പർപ്പസ് ഇസ് ടു എന്താ പറയുക ഷിഫ്റ്റ് പേഴ്സൺ ഫ്രം വൺ പോയിന്റ് ടു അനദർ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് അല്ലേ. ആൾക്കാരെ ട്രാൻസ്പോർട്ടേഷൻ കൺവെയൻസ് ആണ് ഇവരൊക്കെ ചെയ്യേണ്ടതെങ്കിലും ചിലവർ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് നല്ല സർവീസ് കൊടുക്കുന്നവരുണ്ടായിരിക്കും, നല്ല ക്രൂ മെമ്പേഴ്സ്, നല്ല ക്യാബിൻ, നല്ല ഭംഗിയുള്ള അത് സീറ്റ്, അതുപോലെ നല്ല ഭംഗി മീൻസ് നല്ല ഫുഡ്, അങ്ങനെയൊക്കെ അവിടുത്തെ അല്ലെ എയർപ്ലെയിനിലെ ഫുഡ് നല്ലത്, ചിലത് ഭയങ്കര മോശം നമ്മൾ കേൾക്കാറില്ലേ ചില ഇതിലൊക്കെ, ഇന്ത്യയിലേക്ക് തന്നെ ചിലതൊക്കെ. അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് ഇവിടെ ഒലിഗോപോളിയിൽ പറയാം. ഒലിഗോ എന്ന് പറയുമ്പോൾ ഒറ്റ എയർലൈൻസ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പോലെയല്ല അല്ലെ. ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ, പക്ഷെ എയർലൈൻസ് തന്നെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എയർ ഇന്ത്യ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, അങ്ങനെ. പക്ഷെ എന്നാ ഒരു കുറെ ഉണ്ടോ, മാക്സിമം ഒരു 5-6 അല്ലേ ഉണ്ടാവുള്ളൂ കേട്ടാ. അപ്പൊ എയർലൈൻസ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 5-6 അപ്പൊ 5-6 എന്ന് പറയുമ്പോൾ ഫ്യൂ ആണല്ലോ, അതുകൊണ്ടാണ് ഫ്യൂ ആണ് ഉണ്ടാവുക. പക്ഷെ അവരുടെ ഹോമോജീനസ് ആണ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് അതിന്റെ സംഭവം. നിങ്ങൾ അത് 2 പോയിന്റും വിട്ടു പോവാതെ എഴുതണം. ഡീലിംഗ് വിത്ത് ഹോമോജീനിയസ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് കോമോഡിറ്റീസ്. മനസ്സിലായോ? ഇപ്പൊ ചിലപ്പോ മേ ബി ഇതിൽ തന്നെ ഉണ്ടാവട്ടെ, എയർ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആവാം മേ ബി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ അവര് എന്താ പറയാ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്, എല്ലാവരും ഒരു സ്ഥലത്തേക്ക് എത്താണ്. പക്ഷെ ചില ആൾക്കാർക്ക് നല്ല സീറ്റൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ആ രീതിയിൽ ഉള്ളത്, അപ്പോൾ അവർ ഡിഫറൻഷിയേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരെയും നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒലിഗോപോളി എന്ന് പറയും കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാം. Now in oligopoly one firm's action will cause the competitors to react. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ എയർ ഇന്ത്യക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റില്ല, അവരുടെ ടിക്കറ്റിന്റെ പ്രൈസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റവരത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും, അവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം അപ്പൊ അങ്ങനെ എല്ലാവരും ഇതിൽ പോയി കഴിഞ്ഞാൽ അവരെ അത് ബാധിക്കും അല്ലെ. ആ രീതിയിൽ അവർ തമ്മിൽ ഒരു ഇന്റർഡിപെൻഡൻസ് വേണം. അതായത് ഫേം ഹാവ് നോ ഡിസിഷൻ, ഹാവ് നോ എബിലിറ്റി ടു വേരി ഹിസ് ദ പ്രൈസ് എക്സെട്ര. അപ്പോൾ ആ രീതിയിൽ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. നൗ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒലിഗോ മീൻസ് ഫ്യൂ സെല്ലേഴ്സ് ആണ്. ദെൻ ദർ ആർ ബാരിയേഴ്സ് ഫോർ എൻട്രി. ഇപ്പം നമ്മൾ ഇന്ത്യൻ റെയിൽവേ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ, ഇവിടെ ബാരിയേഴ്സ് അധികം 10 പേരൊക്കെ അല്ലേ മാക്സിമം, അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. കുറേ എയറോപ്ലെയിൻസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എയർ സർവീസസ്, ഏവിയേഷൻ സർവീസസിന്റെ ആവശ്യമില്ല. അപ്പോൾ ആക്ച്വലി ദർ സം ബാരിയർ ഫോർ എൻട്രി എക്സിസ്റ്റ്. ഓക്കെ, ദെൻ ഹോമോജിനസ് ആൻഡ് ഹെറ്ററോജിനസ് കോമഡിറ്റീസിന്റെ രീതിയിലാണ് ഇവിടെ വരിക. ഇന്റർഡിപെൻഡൻസി അത് നമ്മളെ അവിടെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ് അതിന്റെ സാലന്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. നൗ ലാസ്റ്റ് തിങ് വി ഹാവ് ടു സേ കൊലൂസീവ് ഒലിഗോപോളി. ഒലിഗോപോളിയിൽ തന്നെ ഒരു ലാസ്റ്റ് സ്ലൈഡാണ് നമ്മുടെ കൊലൂസീവ് ഒലിഗോപോളി. കൊലൂഷൻ എന്നുള്ള പോലത്തെ ഒരു വേർഡാണ്. കൊലൂസീവ് ഒലിഗോപോളി മീൻസ് it denotes a situation where 2 or more firms jointly set their price or output, divide the market among them or make the business decisions. ഇവിടെ നമ്മൾ 2-3 ഫേംസ് ജോയിന്റ് ആയിട്ട് ഈ പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും, അതെ വാട്ട് ഈസ് എക്വിലിബ്രിയം പ്രൈസ്, വാട്ട് ഈസ് എക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു പരിപാടി ഇൻവോൾവ് ചെയ്യുന്ന മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ കൊലൂസീവ് ഒലിഗോപോളി വരുന്നത്. അശ്വിനോയെ ഉണ്ട് അവിടെ, അശ്വിനോയെ എൻ്റെ എക്സാമ്പിൾ ആയിട്ട് എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് പറഞ്ഞേ താഴെ. അശ്വിനെ കണ്ടല്ലോ, അശ്വിനോയെ, അശ്വിനുണ്ടോ? മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ദീപേഷ്? ഹലോ, എന്താണ് ഇവിടെ ഈ ഇതെന്താ എഴുതി വെച്ചിരിക്കണേ ഇവിടെ എക്സാമ്പിൾ ആയിട്ട്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിന്റെ പേര് ഒപെക് അല്ലേ? ഒപെക് എന്നാണ് നമ്മള്. ഓക്കെ, അപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് ഒപെക് ആണ്. അതായത് ഇവിടെ എന്താ പറയണേ, ഇവിടെ 2-3 ഫേംസ് അവര് തമ്മിൽ ഒരു ധാരണയായിട്ട് നിശ്ചയിക്കുകയാണ്.
നമുക്ക് 1 ലിറ്റർ പെട്രോളിന് ഇത്ര ഈടാക്കാം. അതായത് ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ നമുക്ക് കാർട്ടൽ എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ്. കാർട്ടൽ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് കൺക്ലൂഡ് ടു കൺട്രോൾ പ്രൈസ്, ലിമിറ്റ് പ്രൊഡക്ഷൻ ഓർ സപ്ലൈ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കാർട്ടൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുക. അതിൽ വരുന്ന ഒപെക് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ട് കൺട്രീസ്. അപ്പം ഇന്ത്യക്കൊന്നും കുറച്ച് രാജ്യങ്ങൾക്കാണ് പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുക. അതായത് UAE, ഖത്തർ, അങ്ങനത്തെ നൈജീരിയ, അങ്ങനെ ഒരു 10-12 രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യും, ആ രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ആണ് അവർ പെട്രോളിയത്തിൻ്റെ ഒക്കെ എന്താ പറയുക പ്രൈസ്, അതുപോലെ ഇത്ര പ്രൊഡക്ഷനാണ്, ഇത്ര നമുക്ക് പ്രൊഡക്ഷൻ എത്ര ലിമിറ്റ് ചെയ്യണം, എല്ലാം കൂടി നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിക്ക് അത് ദോഷമായിട്ട് വരില്ലേ? മനസ്സിലായോ? അവരുടെ പ്രൊഡക്ഷനും സപ്ലൈ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ബേസിസിൽ പാടില്ല, ഡിസ്ക്രീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. മനസ്സിലായോ? അതുപോലെ മാർക്കറ്റിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. മേ ബി സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത്ര കൊടുക്കണം, അമേരിക്കയ്ക്ക് ഇത്ര കൊടുക്കണം, അതിലൊരു ലൈസൻസ് മീൻസ് ഇത്ര ഒരു കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ വെക്കണം. അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കാർട്ടൽ, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് കാർട്ടൽ എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഈ ഒപെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഈ പെട്രോളിയം എക്സ്പോർട്ടിങ് കൺട്രീസിനൊക്കെ അത് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് കൊലൂസീവ് ഒലിഗോപോളി. അതിൽ ഇവിടെ ഒരു പോയിന്റ് നോട്ട്, 2 or more ഫേംസ്, അത് 2 or more എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിലുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടാവാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നൊന്ന് എഴുതി വെച്ചോളോ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ക്ലിയർ അല്ലേ? ഇനി വീണ്ടും പറയണോ? വീണ്ടും പറയുന്നുണ്ടെങ്കിൽ ക്ലിയർ എന്നൊന്ന് എഴുതി വെച്ചോ. അപ്പോൾ അതാണ് നമ്മുടെ ഒലിഗോപോളി എന്താ നമ്മൾ പഠിച്ചു? ഒലിഗോപോളിയുടെ ഫീച്ചേഴ്സ് പഠിച്ചു. ദെൻ എ ഡിസ്റ്റിങ് തിങ് കമ്മിങ് ഇൻ ഒലിഗോപോളി, ദാറ്റ് ഈസ് കൊലൂസീവ് ഒലിഗോപോളി. 1 സബ് കാറ്റഗറൈസേഷൻ. ഇത് സാധനം ഇപ്പം ഞാൻ പറയുന്നില്ല, ക്ലാസ്സിൽ വന്നിട്ട് പറയാം. ഇതാണ് ഇതിൻ്റെ നമ്മളെ എന്ത് പഠിക്കണം, നമുക്ക് ഡിമാൻഡ് കർവും ഇതേപോലെ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് പറയാം. ഇതിൽ തന്നെയാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. മനസ്സിലായോ? ഇപ്പം സത്യം പറഞ്ഞാൽ ഇതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. ക്ലിയർ ആണോ? ഈ കിങ്ഡ് ഡിമാൻഡ് മോഡലാണ് നമുക്കിവിടെ പറയാനുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ നമുക്ക് പറഞ്ഞ പോലെ കഴിഞ്ഞൊന്നും വിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതിയിലും ഈ ഇവിടെ വിട്ടുപോയ കാര്യങ്ങളും ഒക്കെ ചെയ്ത് പിന്നെ നിങ്ങൾക്കും പഠിക്കാം. ഒരു ദിവസം നമുക്കൊരു ക്ലാസ് ടെസ്റ്റും വെക്കാം, എന്നാലാണ് ഇതൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ ക്ലാസ്സിൽ വന്നാലും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്ന് പറഞ്ഞോളൂ. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഇതിടാം. അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയവർ ഈ ഷീറ്റ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ 38 പേരാണ്. ഈ 38 റെസ്പോൺസ് എനിക്ക് വരാൻ പാടുള്ളൂ കേട്ടോ. ഈ ഷീറ്റ് നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുകയോ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ വന്നവർക്ക് മാത്രം അറ്റൻഡൻസ് പോരെ.